ദീപകം ഹൃദയോദ്ദീപകം ജീവദായകം. ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും എന്നും ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് വചനം മാംസമായ. വചനം മാംസമായ ആരാണ് ഈ വചനം? ഏശയ്യായുടെ പുസ്തകം 34:16 പറയാണ്, ദൈവമായ കർത്താവ് സംസാരിക്കുന്നു, ആത്മാവ് നമ്മിലേക്ക് എത്തിച്ചു തരും. ഇതിലെല്ലാം ഉണ്ട്, എല്ലാ ഇണവചനങ്ങളും ഇതിലുണ്ട്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഈ ബൈബിളിനെ കുറിച്ച് പറയുന്നത്. അപ്പം ഈ ബൈബിൾ എന്താ? ദൈവത്തിൻ്റെ വചനം, കർത്താവിൻ്റെ വചനമാണ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈശോ മനുഷ്യനായിട്ട് അവതരിച്ചത് കാണുന്നതും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും നമ്മളോട് സംസാരിക്കുന്നതും നമുക്കെല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്, അല്ലേ? ഈശോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടായിരുന്നെങ്കിൽ, ഈശോ എന്നോടൊന്ന് നേരിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഈശോ വേറൊരു രൂപത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയാണെന്നറിയാവോ? അപ്പരൂപത്തിലൂടെ, ദിവ്യകാരുണ്യ രൂപത്തിലൂടെ ഈശോ പ്രത്യക്ഷപ്പെട്ടു. അത് നമുക്കാർക്കും പെട്ടെന്നങ്ങ് വിശ്വസിക്കാൻ പറ്റിയാൽ, പ്രത്യേകിച്ചും അതിൽ ഈശോ ഉണ്ടോ, ഈ അച്ഛന്മാർ ചുമ്മാ പറയുന്നതാണോ എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടല്ലേ. എന്നാലും അത് ഈശോ തന്നെ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. ഉണ്ടോ? അപ്പോൾ ഈശോ തന്നെയാണെന്നും ഉത്തിതനായ ഈശോ ആണെന്നും നമ്മൾ വചനം അനുസരിച്ച് നമുക്ക് വിശ്വസിക്കാം. അടുത്തൊരു രൂപത്തിലൂടെ ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതാരാന്നറിയാവോ? ഈ വചനം ലിഖിത രൂപത്തിലൂടെ പ്രത്യക്ഷപ്പെട്ടതാണ്. ഏത്? ഈ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പം വിശുദ്ധ ലിഖിതം, ഈ ബൈബിള് നമ്മൾ ആരായിട്ട് കാണും? വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ കൈകൂപ്പുന്നു, പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു. അത് നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലേ? എന്നാൽ ഇത് ലിഖിത രൂപത്തിലൂടെ ആക്കിയ ദൈവവചനം തന്നെയാണ് ഈ ബൈബിൾ. അതിനെ നമ്മൾ ആദരിക്കുന്നുണ്ടോ? അത് നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? നമ്മുടെ വീടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് നമ്മൾ ബൈബിള് പ്രതിഷ്ഠിക്കുന്നുണ്ടോ? ഒരിക്കൽ ഒരു കുടുംബനാഥൻ വന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അവർ കല്ലെറിയുന്നു, ഞങ്ങളോടെല്ലാം ഒത്തിരി മോശമായിട്ട് പെരുമാറുന്നു. അച്ഛൻ വന്ന് ഞങ്ങളുടെ വീടൊന്ന് വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഞങ്ങൾ 2 സിസ്റ്റേഴ്സിനോട് പറഞ്ഞു, നിങ്ങളോട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. വലിയൊരു ബംഗ്ലാവാണ്. ആ ബംഗ്ലാവിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു ബൈബിളില്ലെന്ന്. ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ ബൈബിളുണ്ടോ? ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട് വീട്ടിൽ. എന്നാൽ ചേട്ടൻ വന്ന് ഒരു ബൈബിള് വാങ്ങിച്ചുകൊണ്ട് പോവാം, അതിന് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക, പ്രശ്നം മാറുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ചേട്ടൻ പറഞ്ഞു, സിസ്റ്റേ വളരെ ശരിയാണ്. പിറ്റേ ദിവസം ചേട്ടൻ പറയാണ്, അത് പിന്നെ അവരെല്ലാം പതുക്കെ പതുക്കെ ഞങ്ങളുടെ കുടുംബത്തോട് അടുക്കാൻ തുടങ്ങി. ഞങ്ങളുടെ വീട്ടിലോട്ട് അവരൊക്കെ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ആഘോഷമാക്കാൻ തുടങ്ങി ഞങ്ങളുടെ അയൽവാസി ബന്ധങ്ങളെല്ലാം. ഉണ്ടോ? അതിന് കാരണം എന്താണ്? യേശുവാണ് ഈ ബൈബിള്. അപ്പോൾ യേശുവിനെ നമ്മൾ കാണണം. അപ്പം നമ്മൾ 3 രൂപത്തിലൂടെ ഈശോ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ടാണ് വചനം പറയാണ്, ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞതയാണ് യേശുവിനെ കുറിച്ചുള്ള അജ്ഞതയാണ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബൈബിളിനെ കുറിച്ച് ഒത്തിരിയൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ആരാണ് എഴുതുന്നത്? ഈ ഇടയ്ക്കൊരു സഹോദരന് ഫോണിക്കടെ എന്നോട് സംസാരിക്കുക, ബൈബിൾ എന്നതാ, അത് അപ്പോസ്തലന്മാർ കേട്ടത് ഏതാണ്ടൊക്കെ അവർ എഴുതി കുറിച്ച് വെച്ചു എന്ന് പറയാണ്. അപ്പം എഴുതി കുറിച്ച് വെച്ചതേ ഉള്ളൂ എന്നാണ് അവരൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചില വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. വെളിപാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ, യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്.
വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 13-ാം വാക്യത്തിൽ, അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരുന്നു, അവൻ്റെ നാമം ദൈവവചനം എന്നാണ്. അപ്പം ആരാകണം? യേശുവിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ദൈവവചനം യേശു തന്നെയാണ്. അത് നമ്മൾ വിശ്വസിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ വചനം സ്വീകരിക്കാൻ റെഡിയാകും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബൈബിൾ എഴുതിയിരിക്കുന്നത്? 2 തിമോത്തി 3:16 പറയുന്നുണ്ട്, അത് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് ഈ പുസ്തകം എഴുതി വച്ചിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് നിവേശിപ്പിച്ചു അപ്പോസ്തലന്മാരിലൂടെ ഇത് എഴുതി വെക്കാനായിട്ട്. അപ്പം അങ്ങനെ പറയണം, വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തമാകുകയും ചെയ്യുന്നു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവവചനം വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ വീട്ടിൽ വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് പ്രബോധനത്തിന് വേണ്ടിയിട്ട്. ഞാൻ അറിയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി 1-ാം ക്ലാസ് പോലും പഠിച്ചിട്ടില്ല. പക്ഷേ ചേച്ചി ഇങ്ങനെ മരിക്കാറായി. അവസാനം ഒരു നല്ല വരങ്ങളൊക്കെ ഉള്ള ഒരു ചേട്ടൻ ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ ചേട്ടൻ പറഞ്ഞു ബൈബിൾ എടുത്ത് വായിക്കാൻ. അപ്പോൾ ഈ ചേച്ചി തീരെ മിണ്ടാൻ പോലും പറ്റത്തില്ല, അത്ര അവസ്ഥയിലായി. അപ്പം ചേട്ടൻ ബൈബിള് കയ്യിലോട്ട് കൊടുത്തു, പിടിപ്പിച്ചു, നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പം ഈ ചേച്ചിക്ക് നന്നായിട്ട് വചനം വായിക്കാൻ പറ്റും. ആ ചേച്ചി ഇങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിലൂടെ എല്ലാം പോയി ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. ബൈബിൾ പണ്ഡിതന്മാർ പോലും നാണിച്ചു പോകും. അപ്പോൾ എന്താണ്? പ്രബോധനത്തിന്. കണ്ടോ, നമ്മളൊന്നും പഠിച്ചില്ലെങ്കിലും ദൈവം നമുക്ക് പ്രബോധനം തരും, പ്രബോധിപ്പിക്കും ഈ വചനം വായിക്കുമ്പോൾ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ശാസനമാണ്. അതെ, നമുക്ക് തെറ്റ് തിരുത്താനായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരോട് ദേഷ്യം വരും, അല്ലേ? എന്നാൽ ഈ വചനം വായിക്കുമ്പോൾ ദൈവം തന്നെ നേരിട്ട് നമ്മളോട് സംസാരിക്കും. ഒരു സഹോദരൻ ഒരിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടി വന്നത്. പക്ഷേ ഇയാളെ കണ്ടപ്പം തന്നെ എനിക്ക് തോന്നി എന്തോ നല്ല കട്ടിയുള്ള പാവമൊക്കെ ഉള്ളിലുണ്ടെന്ന് തോന്നി. അപ്പം ഈ ചേട്ടനോട് പറയണം, എന്നെ കണ്ടിട്ട് പേടിയാകുന്നുണ്ടോ? കാരണം ഇയാളോട് പറഞ്ഞാൽ ഇയാൾ തിരിയാലെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പം പ്രിയപ്പെട്ടവരെ, ഞാൻ പതുക്കെ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ വല്ല മന്ത്രവാദത്തിന് വല്ലതും കൂട്ടു നിന്നിട്ടോ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. സിസ്റ്റർ, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വെറുതെ ബൈബിള് തുറന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിൻ്റെ മന്ത്രച്ചരടിനെ ഞാൻ വെറുക്കുന്നു. ഞാൻ ചുമ്മാ വായിച്ചു. അത് ചേട്ടന് ഉള്ളിലേക്ക് കൊണ്ടു. ചേട്ടൻ പറയാം, സിസ്റ്റർ, ഞാനൊരു 3 വർഷമായിട്ടേ മന്ത്രവാദിയുടെ കൂടെ നടക്കുന്നുണ്ട്. അയാൾ ഇങ്ങനെ മന്ത്രച്ചരട് എൻ്റെ കയ്യിലും കാലയിലൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുന്നതേ ഉള്ളൂ. എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല. ദൈവം പറയാം, നിൻ്റെ മന്ത്രച്ചരടിനെ ഞാൻ വെറുക്കുന്നു. വീണ്ടും എനിക്ക് മനസ്സിലായി, ഇയാൾ അതിനേക്കാളും വലിയൊരു പാപം ചെയ്തിട്ടുണ്ട്, കൊലപാതകം. പക്ഷെ എനിക്ക് പറയത്തില്ല. വീണ്ടും ഞാൻ ബൈബിളിനെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം തുറന്നപ്പം കണ്ടത്, നിഷ്കളങ്കൻ്റെ രക്തം നിൻ്റെ വാതിൽപ്പടിക്കൽ കീഴുന്നെന്ന്. ഞാൻ ചോദിച്ചു, ചേട്ടൻ കാരണം, ഇയാളൊരു വലിയ വൈദ്യനാണ്, ചേട്ടൻ കാരണം വല്ലവരും മരിക്കാൻ ഇടയായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ ചേട്ടൻ പറയാം, അത് സിസ്റ്റർ, ഞാൻ ഒരാളെ കുത്തി കൊന്നിട്ടുണ്ട്, അത് വലിയ പാപമാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ലെന്നുണ്ട്. കണ്ടോ, പലർക്കും ഇതാണ്, തെറ്റാന്ന് ബോധ്യമില്ല. പക്ഷെ വചനം പറയുകയാണ്, നിഷ്കളങ്കൻ്റെ രക്തം നിൻ്റെ വാതിൽപ്പടിക്കൽ കീഴുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടാ, അത് നിഷ്കളങ്കനാണെന്നാണല്ലോ ബൈബിൾ പറഞ്ഞത്, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അത് വെളുപ്പിന് എൻ്റെ പെങ്ങള് വീടിൻ്റെ മുറ്റത്ത് നിൽക്കും, അടുക്കള വാതിക്കൽ. ഒരുത്തനങ്ങ് ചാടി കയറി വന്നില്ല. അവൾ പേടിച്ച് കാറി, അവളെ പിടിക്കാനല്ല പിന്നെ എന്തിനാവും വന്നേ? അപ്പോൾ നമുക്ക് അവനെ എതിർക്കാമല്ലേ? ഞാൻ എൻ്റെ പണിക്കാരനെയും കൂട്ടി അയാളെ പിടിച്ച് കത്തി കൊണ്ട് ഒരു കുത്തു വെച്ച് കൊടുത്തു. ആ കൃത്യം നെഞ്ചത്തായിപ്പോയി, അയാളങ്ങ് മരിക്കുകയും ചെയ്തു. ഇനി എന്താണ് ആ ചേട്ടനോട് പറഞ്ഞത്? വീണ്ടും ഞാൻ വചനം തുറന്നു. അപ്പം ഇങ്ങനെ കൈക്കൂലി കൊടുത്തതൊക്കെ കാണിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പോലീസുകാർക്ക് കൈക്കൂലി കൊടുത്ത് രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഒരാളുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഈ വചനത്തിലൂടെ ദൈവം നമുക്ക് തന്നുകൊണ്ട്, തെറ്റാണെന്നും ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും തിരുത്തൽ തരാനും എല്ലാം ഈ വചനത്തിലൂടെ സാധിക്കും. പിന്നെ പറയണം, അങ്ങനെ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കണം. ഉണ്ടാവും, മനുഷ്യന് വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും പൂർണ്ണത കൈവരിക്കണം. അതിനുള്ള എല്ലാ ബോധ്യങ്ങളും ഇതിലൂടെ തന്നെ തരും. എല്ലാ നന്മ പ്രവർത്തിയും ചെയ്യണമെങ്കിലും വചനത്തിലൂടെ തന്നെ നമുക്ക് ദൈവം ഇടപെട്ട് നന്മ ചെയ്യിപ്പിക്കും.
കാരണം ഇതിൽ 3 എല്ലാം ഇതിലുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാവരുടെയും ഉത്തരം, എല്ലാത്തിൻ്റെ പ്രശ്നത്തിന് ഉത്തരവും പരിഹാരം ഇതിൻ്റെ അകത്തുണ്ട്. കാരണം എനിക്ക് മനസ്സിലായി, കർത്താവ് സംസാരിക്കുന്നു, ആത്മാവ് എത്തിച്ചേർന്നു. അപ്പോൾ ഓരോ വചനത്തിലും ആരാ ഉള്ളത്? പരിശുദ്ധ ത്രിത്വമുണ്ട്. ഒരിക്കൽ പെന്തിക്കോസുകാരൻ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, പരിശുദ്ധ ത്രിത്വത്തെക്കുറിച്ച് ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ ഈ വചനം പറഞ്ഞു കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന് ശബ്ദമില്ല മിണ്ടൊക്കെ. അപ്പം പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ ഒരു മുസ്ലിം സ്ത്രീ ടൗണിൽ ബാത്റൂം സൈഡിൽ ഡെലിവറി ആയി കിടക്കും. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, മോളെ നീ എന്താ ഇവിടെ പ്രസവിക്കാൻ കാരണം ചെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, സ്റ്റേ 4 മാസമായപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ മൊയ് ചൊല്ലി, അതുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് ചെന്നപ്പം എൻ്റെ ബാപ്പയും ഉമ്മ എന്നെ ഇറക്കി വിട്ടു, നീ കാരണമാണ്, അതുകൊണ്ട് നീ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി തിരിച്ചു, അത്യാവശ്യം പണിയൊക്കെ ചെയ്തൊക്കെ ജീവിച്ചു. സിസ്റ്ററെ, പ്രസവിക്കണം എനിക്കൊരു സമയമോ സ്ഥലമോ ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഞാനിവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ബാത്റൂമിൽ വന്നപ്പം അവിടുന്ന് പ്രസവിച്ചു. എനിക്ക് മുസ്ലിംസിനോട് നല്ലൊരു അഭിപ്രായമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോളെ ഞാൻ വന്നാൽ ബാപ്പയും ഉമ്മ നിന്നെ സ്വീകരിക്കുമെന്ന്. അവൾ പറഞ്ഞു, അമ്മ വന്നാൽ ചിലപ്പം സ്വീകരിക്കുമായിരിക്കും. അങ്ങനെ ഞാൻ ഇവളെയും കൂട്ടി പിറ്റേ ദിവസം അവളുടെ വീട്ടിൽ പോവാം. വീട്ടിൽ നിന്ന് ദൂരം തന്നെ അവളുടെ ഉമ്മ വിളിച്ചു പറഞ്ഞു, ആണ്ടൊരുത്തി വരുന്നു, അവളെ ഇറക്കി വിടാൻ ആളില്ലേന്ന് ചോദിച്ചു. അടുത്ത നിമിഷം ഞങ്ങൾ മുറ്റത്ത് കയറി ചെന്നപ്പം വാപ്പ ഓടി വന്നു, ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അവളോട്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേനും അടുത്ത വെടിയ ആങ്ങളെ തന്നു. ആങ്ങളെ പറഞ്ഞു, വന്നോളിയും കൊണ്ടുവന്നോളിയും ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിട്ടോടെ കിട്ടിയ ആട്. അപ്പം ഞാനും ഇവനോട് പറഞ്ഞു, എടാ നിങ്ങൾ ഒത്തിരി ഉപവാസവും പ്രാർത്ഥനയൊക്കെ നടത്തുന്നുണ്ടല്ലോ ഇല്ലേ? നമ്മൾ ദൈവം എങ്ങനെ ഒരാളെ സ്നേഹിച്ചു? ഞാൻ പതുക്കെ ധൂർത്തപുത്രൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അവനിങ്ങനെ പെണ്ണുങ്ങളോട് കൂടി വേശ്യാവൃത്തി ചെയ്തു, സ്വത്തെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വന്നപ്പം ഇങ്ങനെ സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ ഇത്രയും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ചെറിയ ഉപദേശം കൊടുത്തു. അപ്പോൾ ഇവന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പോക്കറ്റിലൊരു ഇംഗ്ലീഷ് ബൈബിൾ ഉണ്ടായിരുന്നു, ചെറിയ ബൈബിൾ. ഞാനതിങ്ങനെ എടുത്ത് ഇങ്ങനെ തുറക്കുകയാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയൊന്നും കണ്ടില്ല, ഇംഗ്ലീഷാണ്. ഇങ്ങനെ തുറന്നപ്പോൾ ഉണ്ടല്ലോ, ഇവൻ ആ ബൈബിളിൻ്റെ അകത്തോട്ട് ഒന്ന് കുനിഞ്ഞു നോക്കി. എന്നിട്ട് ഇവന് അതേപടി പോയി മുറി പോയി കിടന്നു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ പറയുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ അവളെയും കൂട്ടിക്കൊണ്ട് പോയേക്കണം കേട്ടോ. വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ചും കൂടി നന്നായിട്ട് വ്യക്തമായിട്ട് അതങ്ങ് വ്യാഖ്യാനിച്ച് പറഞ്ഞു കൊടുത്തു. ഉമ്മ എൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉമ്മ അകത്ത് പോയി കുടിക്കാനുള്ള വെള്ളവും ചക്കടിയൊക്കെ കൊണ്ടുവന്നു. പക്ഷേ എനിക്ക് കുടിക്കാനുള്ള തോന്നിയില്ല. കാരണം ഈ മകൾ എൻ്റെ കൂടെ തിരിച്ചു വന്നാൽ കോഴിക്കോട് ടൗണിലുള്ളവരെല്ലാം കണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്ക് വെള്ളിയാഴ്ചയാണ്, ഞങ്ങൾക്ക് ഇന്ന് ഉപവാസ ദിവസമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞില്ല. എന്നോട് പറഞ്ഞു, അമ്മ അടുത്ത ഒരു ദിവസം വരണം, ഒരു കോഴിൻ്റെ ഒരു ചാപ്പാടൊക്കെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും അവരാ മകളെ സ്വീകരിച്ചു. അപ്പം ഞാൻ ഇവനോട് ചോദിച്ചു, എപ്പോഴാണ് ഈ സംഭവിച്ചത്? അവൻ ആ ബൈബിളിൻ്റെ അകത്തോട്ടൊന്ന് കുനിഞ്ഞു നോക്കി. പ്രിയപ്പെട്ടവരെ, ആ കുനിഞ്ഞു നോക്കിയപ്പോഴാണ് അവൻ ശാന്തനായിട്ട് പോയി കിടന്നത്. എനിക്ക് മനസ്സിലായി. അവനോട് ഞാൻ ചോദിച്ചു, നീ എത്രാം ക്ലാസ് പഠിച്ചു? ഞാൻ 1ാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ, അവൻ ഇംഗ്ലീഷ് അറിയത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഈ ഓരോ ലിപിയിലും ആരാണുള്ളത്? പരിശുദ്ധ ത്രിത്വത്തെയാണ് അവന് കണ്ടത്. അതുകൊണ്ടാണ് അവന് പോയി കിടക്കാൻ തോന്നുന്നത്. അവന് പിന്നെ എന്നോടൊരു വഴക്കും പറഞ്ഞില്ല. അതുകൊണ്ട് അവനെ വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവർക്ക് അത് സന്തോഷമായി സ്വീകരിച്ചു. കണ്ടോ? അപ്പം പരിശുദ്ധ ത്രിത്വം ഓരോ ബൈബിളിലും ഓരോ ലിപിയിലും ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് വചനം പറയാണ്, 1 പത്രോസ് 1:21, നിങ്ങളെല്ലാവരും വീണ്ടും ജനിച്ചിരിക്കുക. മാമോദീസായിലൂടെ നമ്മൾ വീണ്ടും വചനത്തിലൂടെ ജീവിച്ചിരിക്കുകയാണ്. അപ്പം നമ്മൾ വചനം നമ്മൾ വായിക്കണം. ഒരിക്കലും ഒരു സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദര, കൊന്ത കഴിഞ്ഞിട്ട് ചെറു ബൈബിള് വായിക്കുന്നതല്ല, കിടന്നുറങ്ങാൻ നല്ലത്. അപ്പോൾ ഈ സഹോദരൻ എന്നോട് പറയാണ്, അതിനേക്കാളും നല്ല സുഖമാണ് ഒരു സ്മാൾ അടിച്ചിട്ട് കിടന്നായിരുന്നു. അപ്പം ബൈബിള് വായിക്കാൻ വേണ്ടി ഞാൻ എടുത്തതുണ്ടായിരുന്നു. അപ്പം ബൈബിള് കൈ പിടിച്ചപ്പോൾ ഞാൻ വെറുതെ തുറന്നു. അപ്പോൾ വചനത്തിൽ ഇപ്രകാരം കണ്ടതാ, എൻ്റെ വചനം തേനിനേക്കാളും മധുരമാണ്. ഞാൻ അവനോട് ചോദിച്ചാടാ, സ്മാളിന് എത്രയുണ്ടോ? ഇത് അതിനേക്കാളും മധുരമാണ്. പ്രിയപ്പെട്ടവരെ, കണ്ടോ? ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്കൊരു മാധുര്യമയുണ്ട്, ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് 119:30 പറയാണ്, എൻ്റെ വചനങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരത്തും. അപ്പം വചനം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, നമ്മളത് ഉറക്കെ വായിക്കുമ്പോൾ നമ്മുടെ അന്ധകാരം നിറഞ്ഞ
നമ്മുടെ കുടുംബത്തിൻ്റെ ഏതെങ്കിലും മുക്കിലും മൂലയിലും ഒക്കെ എന്തെങ്കിലും അന്തരം കാണും. ഇന്ന് പലർക്കും പല പേടിയാണ്. അവൻ കൂടാത്തരം കുഴിച്ച് വെച്ചിട്ടുണ്ട്, ആ മുറിക്കകത്തുണ്ട്, ആ നടക്കല്ലിലുണ്ട്, അല്ലേ? എന്നിട്ട് പിന്നെ ബന്ധനം അഴിക്കാൻ വേണ്ടി വേറെ ചിലരെ കൂട്ടിക്കൊണ്ട് പോകുന്നു. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, എൻ്റെ വചനം ഉണ്ടോ, അത് ചുരുളഴിക്കാനുള്ളതാണ്, അന്ധകാരം മാറ്റാനുള്ളതാണ്, പ്രകാശം ഉണ്ടാക്കാനുള്ളതാണ്. അപ്പം നമ്മൾ പ്രകാശം വരുത്തണമെങ്കിൽ വചനം എന്ത് ചെയ്ത് ഉറക്കെ വായിക്കണം. ഉറക്കെ വായിക്കുമ്പോൾ അന്ധകാരത്തിലുള്ള മാലിന്യങ്ങൾ, ഭൂമിക്കടിയിലുള്ള മാലിന്യങ്ങൾ എല്ലാം വിട്ടുപോകും. അതുപോലെ ഒരിക്കലൊരു ചേട്ടത്തി മദ്യപാനം കഴിച്ചു വരുന്ന ഭർത്താവിനെക്കുറിച്ച് ഒത്തിരി വിഷമിച്ച് പറയാം. ഞാൻ ചേട്ടത്തിയോടും, ചേട്ടത്തി ചേട്ടൻ വരുന്നതിന് മുമ്പ് കുറച്ച് നേരം ആ ബൈബിൾ ഉറക്കെ വായിക്കാമെന്ന് ചോദിച്ചു. ചേട്ടത്തി പറയാം, 1 മാസം ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ എൻ്റെ ഭർത്താവ് കുടിച്ചിട്ട് വന്നിട്ടില്ല. ഉണ്ടോ മാറ്റം? ദൈവത്തിൻ്റെ വചനം ആ വീട്ടിൽ പ്രവേശിച്ചിരിക്കുകയാണ്. യേശു ആ വീട്ടിൽ സ്ഥാനമർപ്പിച്ചിരിക്കുക. പിന്നെ അവിടെ അന്ധകാര ശക്തിക്ക് വരാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈശോ പറയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 6:63 പറയാ, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കും, അല്ലേ? ഇന്ന് പുസ്തകം വായന കുറവാണ്, ഇന്ന് ഫോണുള്ളതുകൊണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അതിനൊരാത്മാവുണ്ട്. അത് ആരുടെ ആത്മാവാണ്? ഈശോയുടെ ആത്മാവാണ്. അത് ജീവനാണ്. അപ്പം ജീവൻ തരികയാണ്. അത് ആരുടെ പക്കലേക്ക് വരുന്നു? യോഹന്നാൻ്റെ സുവിശേഷം 10 പറയാണ്, ദൈവമക്കളാക്കി മാറ്റുന്നു. അപ്പം നമ്മളെയൊക്കെ ദൈവമക്കളാക്കി മാറ്റാൻ അതുപോലെ റോമ 1:16 പറയാം, രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു രക്ഷ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? ഞാനൊരിക്കൽ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയം ഒരു സഹോദരൻ, അവൻ്റെ പേര് രാഘവൻ എന്നാണ്. അവന് ഭയങ്കര മദ്യപാനിയാണ്. മദ്യപിച്ച് അയാളുടെ ലിവറൊക്കെ പോയി. പിന്നെ അഡ്മിറ്റ് ആകിയില്ലായിരുന്നു. പിന്നെ ഡോക്ടറിൻ്റെ നിർബന്ധം കൊണ്ട് അവൻ അഡ്മിറ്റായി. മരുന്നൊന്നും സ്വീകരിക്കില്ല. അപ്പം ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, രാഘവ, മരുന്ന് കഴിക്കണ്ടേ? അപ്പോൾ ഇയാൾ അതിനെ തിരസ്കരിക്കരുത്. അപ്പം സിസ്റ്റർ ഒരു കാര്യം ചെയ്യണം, എനിക്ക് 24 മണിക്കൂർ കുടിക്കണം, 24 കെട്ട് വീടിയും വേണം, എങ്കിൽ ഞാനിവിടെ മരുന്ന് സ്വീകരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നൊരു ചെറിയ ബൈബിള്, പുതിയ നിയമങ്ങൾ ഞങ്ങൾ ഓരോ റൂമിലും വെച്ചിട്ടുണ്ട്. ഞാൻ രാഘവനോട് പറഞ്ഞു, രാഘവ കൊള്ളാം, കുടിക്കാൻ തോന്നുമ്പം ഈ പുസ്തകം തുറന്നിട്ട് ഒരു പാരഗ്രാഫ് വായിച്ചേക്കണം എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു, ഇതെന്നാ സിസ്റ്റർ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അത് ബൈബിളാണ്. അപ്പം അയാൾ ആ സമയത്ത് തന്നെ ബൈബിൾ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇയാൾ സമ്മതിച്ചു. അങ്ങനെ മരുന്നൊക്കെ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പം ഞാൻ കൊടുത്തു വിട്ടു ഈ ബൈബിള്. ഞാൻ പറഞ്ഞു, ഇനി വീട്ടിൽ ചെന്നും കുടിക്കാൻ തോന്നുമ്പോൾ, വലിക്കാൻ തോന്നുമ്പോൾ ഇത് വായിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ കൊടുത്തു വിട്ടു. പ്രിയപ്പെട്ടവരെ, 10 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്നു. അമ്മേ, ഞാൻ അമ്മയോട് സോറി പറയാൻ വന്നതാണ്, ഞാൻ 2 ദിവസം കുടിച്ചു പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാരമില്ല, അത്രയും ദിവസം പിടിച്ചു നിന്നല്ലോ, അതുകൊണ്ട് ഇനി വായിക്കണമെന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ ഇദ്ദേഹത്തെ കാണുന്നത് ഒരു വർഷം കഴിഞ്ഞു. ഒരു പുതിയ ജീപ്പുമായിട്ട് ഒരു മനുഷ്യന് അവിടെ പോർട്ടിക്കോയിൽ വന്ന് അവിടെ ഇട്ടു. എൻ്റെ നേരെ ഓടി വേഗം വരുക. അപ്പം ഞാൻ ഇയാളെ കണ്ടിട്ട് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം അത്ര നല്ല സന്തോഷവാനായിട്ട് ഒരു മനുഷ്യന്, നല്ല പണ്ടത്തെ ആ ഭീകരതയെല്ലാം മാറ്റി ആ വലിയ മീശയെല്ലാം കളഞ്ഞ് നല്ലൊരു ശാന്തനായ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് നിൽക്കുക. എന്നോട് പറഞ്ഞു, അമ്മേ, ഞാൻ ആ പണ്ടത്തെ രാഘവനാണ് കേട്ടോ. എന്ത് പറഞ്ഞു, എന്നാണ്ട് വിശേഷം ചോദിച്ചു. ഇത് കണ്ടില്ല ദിവസത്തെ ഒരു ജീപ്പ് 1 വർഷം കുടിക്കുന്ന പൈസ ഞാൻ മാറ്റി വെച്ചിട്ട് അതുകൊണ്ട് ഇന്നലെയാണ് ഈ ജീപ്പ് മേടിച്ചത്. അത് അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ, അങ്ങനെ വന്നതെന്ന് പറയും. അപ്പം പ്രിയപ്പെട്ടവരെ, നോക്കിക്കേ, ആ വചനം വായിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം. അപ്പം നമ്മൾ എങ്ങും പോകണ്ട, അല്ലേ? നമുക്ക് ഇതൊക്കെയാണ്. ജെറമ്യ ഒരു ദിവസം ഇങ്ങനെ ഒത്തിരി പരാതിയൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെയാണ്, എന്നെ അങ്ങനെ ചെയ്തതെന്നൊക്കെ പരാതി പറഞ്ഞ് ഈശോ പറയാം, നിൻ്റെ ഈ വിലകെട്ട വർത്താനം ഒന്ന് നിർത്താവോ? എന്നാൽ ഞാൻ എൻ്റെ നാവ് പോലെ നിൻ്റെ നാവിനെ ആക്കാം. നീ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ സംഭവിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മുടെ ചില സംസാരങ്ങളെല്ലാം നമ്മളൊന്ന് മാറ്റാനുണ്ട്, അല്ലേ? ചില വിലകെട്ട വർത്തമാനങ്ങൾ, സംസാര രീതികൾ, ഇതൊക്കെ മാറ്റണം. അതുകൊണ്ട് സങ്കീർത്തനം 39:1 പറയാം, നമ്മളൊക്കെ നാവിനെ സൂക്ഷിക്കണം. അപ്പം പാപം ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നാവിനെ സൂക്ഷിക്കുക. വചനം പാലിക്കണം, അത് മക്കളെ പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നിയമാവർത്തനം 11:8 തുടങ്ങി നമ്മൾ വായിക്കുമ്പോൾ കാണാം, അതെ, അവിടെ പറയുന്നുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്. നമ്മൾ വചനം വായിക്കണം, അത് കട്ടളപ്പടിയിൽ എഴുതി വെക്കണം.
കൈത്തണ്ടയിൽ എഴുതി വെക്കണം. പ്രിയപ്പെട്ടവരെ, പണ്ട് ഗുജറാത്തിൽ വലിയൊരു ഭൂമികുലുക്കം വന്നു. അവിടുന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സഹോദരൻ പറയാണ്, അവിടെ എല്ലാ ഫ്ലാറ്റിലും ദൈവവചനം എഴുതി വെച്ചിട്ടുള്ള ഒറ്റ ഫ്ലാറ്റുകൾ ഉരുണ്ട് വീണിട്ടില്ലെന്ന്. കേട്ടോ, അപ്പം നമ്മൾ എഴുതി വെക്കണം, അത് നമ്മൾ സംസാരിക്കണം, ദിവസവും അതിനെക്കുറിച്ച് ധ്യാനിക്കണം, അത് ഉള്ളിൽ നിക്ഷേപിക്കണം. മരുന്നാണത്. ഭക്ഷണം അതൊരു മരുന്നാണ്. പണ്ടൊരു ഹോസ്പിറ്റലിൽ അവരെ സന്ദർശിക്കുക, വലിയ രോഗികൾ, TB വാർഡിലാണ് ഞാൻ പോയത്. അപ്പോൾ ഒരു സിസ്റ്റർ എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഒരു വചനം എഴുതി കൊടുക്കാം. ഞാൻ പറഞ്ഞു, ഒരു പേപ്പർ മേടിച്ചിട്ട് ഓരോ തുണ്ട് കഷ്ണം പേപ്പറിൽ ഇങ്ങനെ എഴുതി, കർത്താവെ, മരുന്നോ ലേപനമോ അല്ല, അങ്ങയുടെ വചനമാണ് എന്നെ സുഖപ്പെടുത്തിയത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12 പറയാണ്. 16:12 ഞാൻ ഈ വചനം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അവരോട് പറഞ്ഞു, അവിടെ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഉണ്ട്, കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. വൈകിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വൈകിട്ട് ചെന്നൊരു കുറച്ച് സമയം ഒരു പ്രാർത്ഥന കണ്ടക്ട് ചെയ്തതാണ്. അവരിൽ ഒത്തിരി പേര് സുഖപ്പെട്ടു വന്നു. കുറച്ചു പേരൊക്കെ ഭാഗ്യമായിട്ട് സുഖപ്പെട്ടു. അവരന്ന് പകൽ മുഴുവനും അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് അവർ പറഞ്ഞു. കേട്ടോ, ഏറ്റവും നല്ല മരുന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത്. ഫെബ്രുവരി 4:12 പറയണം. അവിടെ പറയുന്നത് ഇതാണ്, ഒന്നും മറഞ്ഞിരിക്കുകയില്ല. ദൈവവചനത്തിന് മുമ്പിൽ ആർക്കും ഒന്നും മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. 4:12 പറയും, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അതിനൊരു ജീവനുണ്ട്. ദൈവത്തിൻ്റെ വചനം അത് ഊർജ്ജസ്വലമാണ്, ഊർജ്ജതയുണ്ട്. അത് വായിക്കുന്നവർക്ക് തന്നെ ഒരു ഊർജ്ജസ്വലത കിട്ടും. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. അതായത് അത് എടുക്കുന്ന ആൾക്കും മുറിയപ്പെടും, വേണ്ടാത്തതൊക്കെ മാറിപ്പോകും, കേൾക്കുന്ന വ്യക്തികളിലും മാറ്റം വരും. അപ്പോൾ ഇരുതല വാള് പോലെ മൂർച്ചയേറിയതാണ്. പിന്നെ പറയാണ്, അത് എന്താണ് പ്രവർത്തിക്കുന്നത്? ചേതനയിൽ, ആത്മാവിൽ, സന്ധിബന്ധങ്ങളിൽ, മജ്ജയിൽ തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. കേട്ടോ, ഇപ്പം നമ്മുടെ മനസ്സിൽ എന്തായിരിക്കണം, ഹൃദയത്തിൽ എന്തായിരിക്കണം, അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്, അവൻ്റെ ആഗ്രഹം പോലെ സംഭവിക്കണമെങ്കിൽ ഈ വചനം, നമ്മുടെ ഈ നിയോഗം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വചനം തുറക്കുമ്പോൾ അതിന് കൃത്യ ഉത്തരം ഈ ബൈബിളിലൂടെ നമുക്ക് കിട്ടുന്നു. എന്നിട്ട് പറയാണ്, അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുകയില്ല. കണ്ടോ, ദൈവവചനത്തിന് മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറഞ്ഞിരിക്കാൻ, കള്ളത്തരം ചെയ്യാൻ പാടില്ല, പറ്റുകയില്ല. പിന്നെ ഒന്നും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല, ഒരു കപടതയും പറ്റില്ല. ദൈവവചനത്തിലൂടെ ദൈവം കൃത്യമായിട്ട് തുറന്ന് നമ്മളോട് സംസാരിക്കുന്നു. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. കേട്ടോ, ദൈവവചനത്തിനെല്ലാം വ്യക്തത തരികയാണ്. നമുക്ക് നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. അപ്പം ദൈവം പറയാണ്, നമ്മളാരും ഒന്നും അറിഞ്ഞിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല, പക്ഷേ ദൈവവചനം നമ്മുടെ അടുത്തുണ്ടായിരുന്നു. നമുക്ക് കണക്ക് കൊടുക്കേണ്ടതുണ്ടെന്ന് പറയാണ്. അത് വായിക്കാൻ നമ്മൾ PhD വരെ എടുക്കും, ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിക്കുന്നുണ്ടല്ലേ. പക്ഷേ നമ്മൾ ഈ വചനം ഒരു പ്രാവശ്യം എങ്കിലും വായിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ, ആവർത്തിച്ച് വായിക്കണം. അപ്പം പറയണം, നമുക്കൊക്കെ കണക്ക് കൊടുക്കാനുണ്ടെന്ന് പറയാണ്. കേട്ടോ പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വിറയ്ക്കണം, നമുക്ക് വചനം വായിക്കണം, നമ്മളത് നിയോഗം അനുസരിച്ച് നമുക്ക് വേണ്ടത് കിട്ടും. എന്തെന്നാലത് ആത്മാവിൻ്റെ വാളാണ്. എഫേസ്യർ 6:17 പറയാണ്, അത് ആത്മാവിൻ്റെ വാളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വചനം പഠിക്കണം, അതിനെ നമ്മൾ ബഹുമാനിക്കണം. ബൈബിളിനെ നമ്മൾ വിശുദ്ധ കുർബാന സൂക്ഷിച്ചു വെക്കുന്ന പോലെ തന്നെ സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വചനം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കണമേ. ഒത്തിരി വാക്കുകൾ, മറ്റുള്ളവരുടെ വാക്കുകൾ, ആക്രോശങ്ങൾ, തെറിപ്പാട്ടുകൾ എല്ലാം ഇന്ന് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നില്ല, മറക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റാത്ത വാക്കുകളുണ്ട്. ദൈവമേ, അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് തരണമേ. ഈ വേണ്ടാത്ത വചനങ്ങളെല്ലാം മായ്ച്ചു കളയാൻ നിൻ്റെ തിരുരക്തം കൊണ്ട് എൻ്റെ ഹൃദയത്തെ, എൻ്റെ ചെവി, എൻ്റെ കണ്ണ്, എൻ്റെ നാസാരന്ധ്രം, എൻ്റെ അധരം, ശരീരത്തെ മുഴുവനും കഴുകി ശുദ്ധമാക്കണമേ. ദൈവമേ, ഞങ്ങൾ ശ്രവിക്കുന്ന വചനം അത് 100 മേനി ഫലം ഉണ്ടാകാൻ അവിടുത്തെ തിരുരക്തം കൊണ്ട് കഴുകണമേ.
അവിടുത്തെ വചന അഭിഷേകം തരുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ വരണമേ. ഈ വചനം എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചുള്ള വചനം ലഭിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അവിടുത്തെ വചനത്തിൻ്റെ ഒരു പ്രത്യേക അഭിഷേകം എൻ്റെ തലയുടെ ഉച്ച തുടങ്ങി ഉള്ളംകാല് വരെ തരണമേ പരിശുദ്ധാത്മാവേ. ഈ വചനം എഴുതിയിരിക്കുന്ന ഗ്രഹിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങയുടെ വചനത്താൽ പൂരിതമാക്കണമേ. അങ്ങ് നിവേശിപ്പിച്ചാണ് ഈ വചനം എഴുതിയെങ്കിൽ എൻ്റെ ഹൃദയത്തിലേക്കും ആ വചനത്തിൻ്റെ നിവേശനം തരണമേ. വചനം വായിക്കാനും പഠിക്കാനുമുള്ള ആഗ്രഹം, കൊതി ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും എന്നേക്കും ആമേൻ.